അതെ, നമ്മുടെ മാധ്യമങ്ങളെ കുറിച്ചാ പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം, എന്നാലും പറയുക. പറഞ്ഞു വരുന്നത് നമ്മുടെ വെഞ്ഞാറമൂട്ടിലെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ദാരുണമായ കൊലപാതകം. 5 പേരാണ് കൊല ചെയ്യപ്പെട്ടത്. അതിന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ വല്ലാതെ നമുക്ക് ആ വാർത്ത ആദ്യം കേട്ടപ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിപ്പോയി. പിന്നീട് വന്ന വാർത്താ റിപ്പോർട്ടിംഗ് രീതിയാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ അതിലേറെ ചിന്തിപ്പിച്ചത്. എന്തിന് ഇവരിത്ര സൂക്ഷ്മമായി നമ്മുടെ നാട്ടിൽ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഉടനെ അത് പോലീസിന്റെ പണി പോലീസ് ചെയ്യട്ടെന്നേ, നിയമ സംവിധാനങ്ങൾ അവരുടെ പണി ചെയ്യട്ടെന്നേ. നിങ്ങൾ ഈ മാധ്യമങ്ങൾ ഒരു മൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ട് അവരുടെ ബന്ധുക്കളും ഒരു വീഡിയോയ്ക്ക് അത് കണ്ടപ്പോൾ അവിടെയുള്ള നാട്ടുകാർ ഏതോ ഒരു ചേച്ചിയൊക്കെ ചിരിച്ചോണ്ടിരുന്ന അവിടെ കാര്യം പറയുന്നത്. എന്തിനാ അതിനടിയിലൊക്കെ വരുന്ന കമന്റുകളൊക്കെ വായിച്ചോണ്ടല്ലോ. സത്യം പറഞ്ഞാൽ എന്തിനേ മൈക്കും പിടിച്ചോണ്ട് അവിടെ പോയി അതെങ്ങനെയാണ് ഇതെങ്ങനെയാണ്, ഈ ആയുധം എവിടുന്ന് കിട്ടി, അതെങ്ങനെ ഒപ്പിച്ചു, ഇതിന്റെ മോട്ടീവ് എന്താണ്? എടോ, ഈ മോട്ടീവ് ഒക്കെ അന്വേഷിക്കാൻ ഇവിടെ പോലീസ് ഉണ്ടെന്നേ. മാധ്യമങ്ങൾ ആരെ ഇതൊക്കെ ഏൽപ്പിച്ചത്? കഷ്ടം തന്നെ കേട്ടോ. ആ ബന്ധു പോയി മൈക്കും എടുത്തു വെച്ച് എത്ര 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 ദാക്ഷിണ്യമില്ലാതെയാണ് നിങ്ങളൊക്കെ പെരുമാറുന്നത്. വളരെ സങ്കടകരമാണ്. ഇങ്ങനെയുള്ള വാർത്താ റിപ്പോർട്ടിങ്ങുകൾക്ക് കോടതി നിയന്ത്രണം ഏർപ്പെടുത്തുക. പോലീസ് അറിയേണ്ട കാര്യങ്ങൾ പോലീസ് അറിയും, അവർ ശിക്ഷ വിധിക്കുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ കൊടുത്തു. കാരണം പൊതുസമൂഹം അറിയണം. അല്ലാതെ നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന കൗമാരക്കാരും യൗവനക്കാരും ഇതൊക്കെ കണ്ടു വളരുകയാണ്. ഈ കിട്ടുന്ന എക്സ്പോഷർ ഉണ്ടല്ലോ, ഈ വാർത്തകൾക്ക് കൊടുക്കുന്ന അമിത പ്രാധാന്യം ഭയങ്കര ദോഷമാണ് കേട്ടോ. മാധ്യമങ്ങൾ നിങ്ങൾ അടങ്ങിയിരിക്കണം. ഇതൊക്കെ വല്ലാത്ത കഷ്ടമാണ്. പൊതുജനങ്ങൾ ഇത് കാണാതിരിക്കുക, വീട്ടിലുള്ളവരെ കാണിക്കാതിരിക്കുക. വാർത്താ ചാനലുകൾ സത്യം പറഞ്ഞാൽ ബഹിഷ്കരിക്കണം. അല്ല ഇപ്പൊ എന്നെ ചെയ്യുക. എന്താ നിങ്ങളുടെ അഭിപ്രായം? മാധ്യമങ്ങളോട് അറപ്പ് തോന്നിപ്പോയി തന്നെ സഹോ, കഷ്ടം.